ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ലോറിയുമായിട്ട് ഫുൾ എന്ന് പറഞ്ഞാൽ ഫുള്ളും ലോഡാണ്. അങ്ങനെയുള്ളൊരു ലോറിയും കൊണ്ട് നമ്മളിന്ന് ചുരം കയറി പോവാണ്. ഇതാണ് നമ്മുടെ ലോറീൻ്റെ സൈഡെന്ന് പറയുന്നത്. ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളോട്ട് ജീവന്മാർ രണ്ടുപേരും ഇന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലോറിക്കകത്ത് ഫുള്ള് കല്ലാണ് നിറച്ചിരിക്കുന്നത്. അപ്പം അത് മെയിനായിട്ട് പറയേണ്ട കാര്യമാണ്. നമ്മൾ ചുരം കയറുന്നതുകൊണ്ട് തന്നെ കയറ്റങ്ങൾ ഭയങ്കര കൂടുതലായതുകൊണ്ട് വണ്ടി കയറുമോ, പലയിടത്ത് വെച്ച് നിന്ന് പോവോ, മറിയുമോ എന്നുള്ളതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉറപ്പ് പറയാം, ഞാൻ എങ്ങനെ പോയാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി ഇടിക്കാതെയും പൊളിക്കാതെയും എത്തിക്കാൻ നോക്കും. വേറെ കാര്യമുണ്ട്, ഞാൻ ഇന്ന് ഇങ്ങനൊരു ഓട്ടോവായിട്ട് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ ട്രിപ്പ് എടുക്കാനുള്ള കാരണം, ഈ ഒരു വഴിക്ക് ഇങ്ങനെ ഒരു പാറ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് ഈ വണ്ടീൻ്റെ മുതലാളിയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ നേരത്തെ എൻ്റെ ഒരു ബെൻസുമായിട്ട് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു, അറിയാവുന്ന ആളെ മാത്രമേ അങ്ങോട്ട് വിട്ടിട്ട് കാര്യമുള്ളൂ. അതിൽ വന്നിട്ടില്ലാത്ത ആളെ ആദ്യമായിട്ട് വിടുവാണെങ്കിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, വണ്ടി തിരിച്ച് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ട. മെയിനായിട്ടുള്ള കാരണം അതിൻ്റെ പുള്ളി പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയത്തില്ലേ, നമ്മളൊന്ന് ആദ്യമായിട്ട് ബെൻസ് കൊണ്ട് വന്നപ്പോൾ തന്നെ വണ്ടി എത്ര സ്ഥലത്ത് മറിഞ്ഞു, എത്ര സ്ഥലത്ത് ഇടിച്ചു. ഈ സെറ്റ് ലാസ്റ്റ് ഞാൻ ആ ബെൻസ് വിൽക്കുമായിരുന്നു പണിഞ്ഞതിന് ശേഷം. കാരണം അത്രത്തോളം ആ ബെൻസ് എന്താ പറയുക പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയ പൈസ വന്നുള്ളത് പണിയാനായിട്ട്. പക്ഷെ അങ്ങനെ വരാത്ത ഒരാളെ എങ്ങനെയാണ് ശരിയല്ലേ പുള്ളി പറഞ്ഞതും വിശ്വസിച്ച് വിടുന്നത്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇവന്മാർ രണ്ടുപേരും ഉണ്ട് കേട്ടോ, കിളിയായിട്ട്. ഇവന്മാർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ഇവന്മാർ വെറുതെ വരുന്നതേ ഉള്ളൂ. എന്താണ് അങ്ങനെ ഒരു വർത്തമാനം? ഒന്നുമില്ലടേ, പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വളവൊന്നും അല്ല പല വളവിലും വീതിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ റോഡിൻ്റെ വെളിയിൽ ടയർ ചാടും. അപ്പം ഈ ലോറി പിന്നെ ബെൻസിൻ്റെ ആയതുകൊണ്ട് കയറിപ്പോവും ഗൈസ്. പിന്നെ വേറെ കാര്യമുണ്ട്, വണ്ടി വലിക്കാത്തത് ഇത്രയും ലോഡുള്ളതുകൊണ്ടാണ്. മെയിനായിട്ടും അത് തന്നെ ആയിരിക്കും, വണ്ടി വലിക്കാത്തത് ഇത്ര ലോഡുള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ പെട്ട പോലാണ് കേട്ടോ കാണുന്നത്. നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് കയറിപ്പോകാൻ പറ്റുമോ നോക്കാം. എന്തായാലും കയറിപ്പോകാൻ പറ്റുമായിരിക്കുമല്ലോ. മഴയ്ക്കുള്ളൊരു കോള് ഞാൻ കാണുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ പെടും ഗൈസ്. കാരണം നമുക്ക് റോഡൊന്നും കാണാൻ പറ്റിയില്ല, മഞ്ഞൊക്കെ ആയിട്ട്. ഈ ലോറി കൊണ്ട് എങ്ങനെ കയറിപ്പോവും? നമുക്ക് മറ്റന്നാൾ വണ്ടി എത്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പകുതി വരെ ചെന്നിട്ട് ഒരിടത്ത് സ്റ്റേ ചെയ്യുന്നതായിരിക്കും. ഞാൻ ടെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടിക്കകത്ത് കിടക്കാൻ പറ്റില്ല, മെയിനായിട്ടുള്ള കാര്യം. നല്ല ചൂടായിരിക്കും. AC എത്ര നേരം ഇടുമെന്ന് വിചാരിച്ചാണ് നമുക്ക് നാളെ പോകേണ്ടതല്ലേ. അപ്പം ഡീസൽ വേണ്ടതാണ് വണ്ടിക്കകത്ത്. അതുകൊണ്ട് ഞാൻ AC ഇട്ട് ഇതിനകത്ത് കിടക്കില്ല. ഞങ്ങൾ 3 പേരും ടെൻറ്റിനകത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ വേറെ കാര്യമുണ്ട്, പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, നമുക്ക് വണ്ടിക്കകത്ത് AC ഇട്ടിരിക്കായിരുന്നു. പക്ഷെ പെട്രോൾ പമ്പ് ഇല്ലാത്തതാണ് മെയിനായിട്ടുള്ളൊരു വിഷയം. എൻ്റെ പൊന്നോ ഗായ്സ്, ചെറിയൊരു ഇടി ഇടിച്ചിട്ടുണ്ട്. അത് വിഷയമില്ല കേട്ടോ. നല്ല മിന്നലടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മഴയത്ത് ഇങ്ങനെയുള്ള റൂട്ടിൽ തെന്നിക്കഴിഞ്ഞാൽ ഉള്ള പറയാം, വണ്ടി കൊക്കയ്ക്കകത്തായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ സൈഡിലായിട്ട് ഇങ്ങനെ ബാർഡറോ ഇതിനെ പറയാം, ഇത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി സമാധാനമുണ്ട്. കാരണം കയറി പോകുമ്പോൾ വണ്ടി അതേ തട്ടി നിന്നോളുമല്ലോ. പിന്നെ മെയിനായിട്ടുള്ള വിഷയം ഇത് തന്നെയാണ്, വണ്ടിക്ക് ഫ്രണ്ട് സ്കേർട്ടുണ്ട്. എന്താ പറയുക, ലുക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ആ സൈഡ് സ്കേർട്ടെന്ന് പറയുന്നത് ഫ്രണ്ടിൽ. പക്ഷെ പെട്ടു ഗൈസ്, ആ സാധനം ഉള്ളതുകൊണ്ട് ആ സാധനം നമ്മൾ വരുന്ന വഴിക്ക് പലയിടത്തും തട്ടുകയാണ്. ഒരു വിധത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ ഒന്ന് വളച്ച് കയറി വരുമ്പോൾ അടുത്ത പണിയായിട്ട് അടുത്ത വളവ് ഗൈസ്. ഓരോ വളവും അത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മൾ കയറി വരുന്നത്. പിന്നെ ഈ വണ്ടി വലിക്കുന്നുമില്ല ഗൈസ്. വണ്ടി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി ഇങ്ങനെയെങ്കിലും വലിക്കുന്നുണ്ടല്ലോ ഗൈസ്. എന്താ പറയുക, എത്ര ടണ്ണാണ് ഒരു കണക്ക് പറഞ്ഞ പാറക്കല്ല് ഗൈസ്. നമ്മളിപ്പോൾ ഇത് ഇവിടുന്ന് എടുക്കാനുള്ള കാരണം, നമ്മുടെ നാടുകളിലെല്ലാം
ഇപ്പോൾ കെട്ടിടവും പണിഞ്ഞ് പാറയൊന്നും ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പുള്ളി നമുക്ക് ഈ ഒരു ജോലി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഒരുത്തൻ സൈഡിൽ ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ, വലിയ പ്രയോജനമില്ല. അണ്ണ കുറേ നേരമായിട്ട് കുറ്റം പറയുന്ന അണ്ണ മിണ്ടായിരി അണ്ണ. ഓ എന്തുവാടെ നിന്നെ കിളിയായിട്ട് കൊണ്ടുവന്നിട്ട് നീ ഒരു പ്രയോജനം ഇല്ലെന്ന് പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ അണ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്നെ കുമ്പിടണോ? മിണ്ടായിടാ. ഓക്കെ ഇവിടെ എങ്ങനെയും കയറി പോവാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ രാവിലെ ആക്കിയിരിക്കുകയാണ്. ഇതുവരെയായിട്ട് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. എന്തോ പെട്ടെന്ന് രാവിലെ ആയി. പക്ഷെ എനിക്ക് ഡൗട്ട്, എ സി ഇടുന്നതുകൊണ്ടാണോ കയറ്റം വലിക്കാത്തതെന്ന്. കയറ്റം വലിക്കാത്ത ദേട്ടാ കയറ്റുന്ന ഗ്ലാസ് താക്കടാ. ഓക്കെ, അപ്പോൾ കയറ്റം കയറാത്തത് എ സി ഇട്ടിരിക്കുന്നതുകൊണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എ സി ഇടുന്നില്ല, താക്കുകയാണ് ഗൈസ്. ചൂട് കാറ്റടിച്ച് കയറുന്നുണ്ട്. എ സി ഓഫ് ചെയ്തപ്പോൾ തന്നെ വണ്ടി വലിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം. കാരണം എ സി ഓഫ് ചെയ്തപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നേരത്തെ ക്ലച്ച് താങ്ങി വേണമായിരുന്നു കയറാൻ, ഇപ്പോൾ വേണ്ട കേട്ടോ. ഇപ്പോൾ നമുക്ക് ചുമ്മാ ചവിട്ടിയാൽ തന്നെ കയറിപ്പോവും. അപ്പോൾ എ സി ഇട്ടുകൊണ്ടാണ്. പക്ഷെ നിരപ്പ് റോഡ് എത്തിയില്ലേ, അപ്പോൾ ഇനിയും ഗ്ലാസ് കയറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എ സി ഇട്ടെന്ന് വെച്ചൊന്നും പറ്റാൻ പോകുന്നില്ല. കുഴപ്പമില്ല ഗൈസ്, കുറച്ച് നേരമൊക്കെ ഒന്ന് ഫ്രഷ് എയർ കൊള്ളട്ടെ ഗൈസ്. എപ്പോഴും ഇങ്ങനെ വണ്ടിക്കകത്തിൽ എ സി കൊണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രഷ് എയർ കൊള്ളട്ടെ. നമ്മൾ വണ്ടി എന്ന് പറയുകയാണെങ്കിൽ വോൾവോൻ്റെ ആണ് ഗൈസ്. ഞാൻ എ സി ഇടുകയാണേ, വോൾവോൻ്റെ ആണ് ഭാരത് ബെൻസ്. കിഡിലെ സാധനമാണ് ഗൈസ് വണ്ടി എന്ന് പറയുന്നത്. എന്താ പറയുക, ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ നിർത്തിയിട്ട് ഏത് കയറ്റം കയറാൻ പറഞ്ഞാലും വണ്ടി സുഖമായിട്ട് കയറും. പിന്നെ വണ്ടി മെല്ലെ കയറത്തുള്ളൂ. പിന്നെ ഇത്ര ലോഡ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരു, പക്ഷേ ലോഡില്ലെങ്കിൽ വണ്ടി സൂപ്പറായിട്ട് കയറുമായിരിക്കും. സോ നമുക്ക് ഇനിയും കയറാനുണ്ട്. ഇനിയും കയറി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനി മൊത്തം ഇറക്കങ്ങളായിരിക്കും. മൊത്തമൊന്നും പറയില്ല, പകുതി ഇറക്കമായിരിക്കും. നമുക്ക് ഇതിനകത്തൊരു വലിയ ടാസ്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ നേരത്തെ ബെൻസ് കൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബെൻസ് നമ്മളൊരു പാലത്തിൻ്റെ മണ്ടയിൽ കൂടെ ഓടിക്കുന്നുണ്ട്. അത് ചെറിയ വണ്ടിയായതുകൊണ്ട് ഒരു വിധത്തിൽ അവിടെ നിന്ന് എടുത്തു. എന്നിട്ടും എൻ്റെ അടി തട്ടി കുറേ ഇടത്ത് നമ്മൾ നിന്നു. പക്ഷേ ഇത്രയും വലിയൊരു വണ്ടി ഞാൻ എങ്ങനെ ആ ഒരു പാലത്തിൽ കൂടെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തേണ്ടത് കൊണ്ടും എങ്ങനെയെങ്കിലും ഈ വണ്ടി ഓണറിൻ്റെ കൊടുക്കണം എന്നുള്ളത് കൊണ്ടും നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ വരെ എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഇവന്മാർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അതൊരു വലിയ സമാധാനമാണ്. കണ്ടില്ലേ, ഇവിടെ വീതിയില്ലാത്തതുകൊണ്ട് നമുക്ക് ചില സമയത്ത് നമ്മുടെ വീല് പാറേൻ്റെ മണ്ടയിൽ കൂടെ കയറ്റേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അത് അത്യാവശ്യം എന്താ പറയുക, നല്ല വലിയൊരു ആവശ്യം തന്നെയാണ്. വീണ്ടും മഴ പെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് സൈഡിലായിട്ടൊരു പുഴ കാണാൻ പറ്റുമായിരിക്കും. നമ്മളന്ന് ബെൻസും കൊണ്ട് വന്നപ്പോൾ ഈ ഒരു നദിയിലെ വെള്ളം കയറിയിട്ട് നമ്മുടെ റോഡ് മൊത്തമായിട്ട് വണ്ടി മുങ്ങുന്ന രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഒരു ഇറക്കം വരുന്നത്. എൻ്റെ പൊന്നോ, ഇറക്കം കണ്ടപ്പോൾ എനിക്കൊന്ന് സന്തോഷമായി. എനിക്ക് ഇറക്കമായാലും കയറ്റമായാലും എൻ്റെ കാല് ചവിട്ടി വേദനിക്കുന്നുണ്ട്. മെയിൻ കാര്യം ഇറക്കമായതിനാൽ തന്നെ എ സി ഇടുന്നതിൻ്റെ ആയിട്ടുള്ള സന്തോഷം എനിക്കുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, നമുക്കിപ്പോൾ ഭയങ്കര ചൂടാണല്ലോ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെയായിട്ട് തന്നെ ഞങ്ങൾ ലോറിക്കാർക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ പൊടിക്കകത്തിലങ്ങനെ പണിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഞാൻ വലിയ ലോറിക്കാരനൊന്നും അല്ല, ഞാൻ ഒറ്റ ദിവസത്തേക്ക് വന്നതാണ്. ഗൈസ്, ഇവിടെ ഒന്ന് വിശ്രമിച്ചിട്ട് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടും അല്ല, ഇത്ര നേരം ഓടിച്ചോണ്ട് ക്ഷീണമാണ്. ഞാൻ ഒന്ന് മയങ്ങിയിട്ട് വരാം. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ ബെൻസുമായിട്ട് വന്നപ്പോൾ ഇവിടാണ് പെട്ട് കിടന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ബെൻസുമായിട്ട് വന്നപ്പോൾ നമ്മളിവിടെ പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇതേ ഗൈസ്, ഇപ്പോൾ ആ ഒരു റോഡിൽ കൂടാണ് ഞാൻ ഈ വണ്ടി കൊണ്ട് പോകുന്നത്. ഈസി ആയിട്ട് ഈ വണ്ടി കടന്നിട്ടുണ്ട്. എനിക്ക് സന്തോഷം. ഞാൻ ഒന്ന് മയങ്ങി എണ്ണീച്ചു. അവന്മാരെല്ലാം ഇപ്പോഴും ഉറക്കത്തിലാണ്. അവന്മാർ എണ്ണീച്ചെന്ന് തോന്നുന്നു. ഗൈസ്, അവന്മാർ എണ്ണീച്ചിട്ടുണ്ട് നമ്മുടെ അല കേട്ടിട്ട്. ഓ ഇവിടെ നല്ല ഇറക്കമാ. അയ്യോ, പോയി ഇല്ല.
ഗൈസ് ഇവിടെ ഇറക്കം വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും എടുക്കാം. എടുക്കാൻ പറ്റും ഗൈസ്. ഈ ഒരു എന്താ പറയുക സ്ഥലത്ത് ഇറക്കം വന്നാലും കയറ്റം വന്നാലും എല്ലാം പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് നമ്മുടെ ബെൻസുമായിട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വണ്ടികളില്ലാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് തന്നെ ഈ ഡേഞ്ചറായിട്ടുള്ള വഴിയാണ്. ഇപ്പം തന്നെ നിങ്ങൾ ഒറ്റൊരു വണ്ടി കണ്ടോ? കാണത്തില്ല ഗൈസ്. കാരണം ഇതിൽ വരാൻ എല്ലാവർക്കും പേടിയാണ് ഗൈസ്. കാരണം മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ഇതുപോലത്തെ വണ്ടിയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ പെടും. എൻ്റെ പൊന്നടോ, നീ വെറുതെ ഇരുന്നാൽ പോരെ, വഴിയൊക്കെ ഒന്ന് പറഞ്ഞതാടാ. അണ്ണൻ്റെ പിന്നെ എന്തിനാ ഗൂഗിൾ മാപ്പ്? ഇവൻ്റെ അടുത്ത് പറയാൻ പോയി എന്നെ വേണം തല്ലേ. ഓക്കെ അവൻ്റെ കാര്യം വിട്. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ലൊരു വളവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്ക് മുതലാളി മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. പുള്ളി എപ്പോൾ എത്തുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ എത്തും ഗൈസ്. എന്തായാലും ഇനി ലേറ്റ് ആക്കത്തില്ല, എന്തായാലും എത്തും ഗൈസ്. ഇത് പാർട്ട് 1 വീഡിയോ ആണ് കേട്ടോ. അത് മെയിനായിട്ടുള്ളൊരു കാര്യം, ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയാലോ ഗൈസ്. വേറൊന്നുകൊണ്ടുമല്ല, ഇനി ലോങ് ആയി പോകും നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ 2 പൊട്ടന്മാരെയും വെച്ചുകൊണ്ടുള്ള യാത്ര തുടരുന്നതായിരിക്കും.